നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസിസ് എന്ന പുതിയൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ബേസിസ് പറഞ്ഞു കഴിഞ്ഞാൽ എവരി മെമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് എ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ എന്ന കൺസെപ്റ്റാണ്. ഇവിടുത്തെ ബേസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഇവിടുത്തേത് ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ തന്നെ ആവണമെന്നില്ല, ഇൻഫിനിറ്റ് കോമ്പിനേഷനും ആവാം. ഓക്കെ, അപ്പോൾ ഹാമൽ ബേസിസ് എന്നാണ് ബേസിസും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഹാമൽ ബേസിസ് ആണ് നമ്മൾ പണ്ട് ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു വെക്ടർ സ്പേസിൻ്റെ ഹാമൽ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും. ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമായിരിക്കും. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഹോൾ സ്പേസുമായിരിക്കും. പക്ഷേ ഇവിടെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ സ്പാന് ഹോൾ സ്പേസ് കിട്ടണമെന്നില്ല. പകരം സ്പാനിൻ്റെ ക്ലോഷർ ആയിരിക്കും ഹോൾ സ്പേസ് ആവുക. അപ്പോൾ ഒരു ബേസിസ് പറഞ്ഞു കഴിഞ്ഞാൽ എ കൗണ്ടബിൾ സെറ്റ് ഇൻ വിച്ച് സ്പാൻ ക്ലോഷർ ഈക്വൽ ടു എച്ച്. സ്പാനിൻ്റെ ക്ലോഷർ എച്ച് ആകുമ്പോഴാണ് നമ്മളതിനെ ബേസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിവിടെ ബേസിസ് എന്നുള്ള മീനിങ് ഇവിടെ ഓർത്തോനോർമൽ ബേസിസ് എന്നാണ് ആക്ച്വൽ പേര്. അപ്പോൾ ഇനി നെക്സ്റ്റ് വളരെ പ്രസമായ തിയറാണ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഈസ് എ ബേസിസ്. അപ്പോൾ ശരിക്കും ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കുക ഈ ഒരു കാരണം കൊണ്ടാണ്, 2.1.10 കൊണ്ടാണ്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഒരു എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഇൻ എച്ച് ഈസ് എ ബേസിസ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എച്ച് ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. സപ്പോസ് എച്ച് ഈസ് എ ഹിൽബർട്ട് സ്പേസ് ആൻഡ് ഇ ഈസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു ബേസിസ് ആണെന്നാണ്. ബേസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി മെമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് എ ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ്. ഓക്കെ, കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സ്പാനിൻ്റെ ക്ലോഷർ എച്ച് ആയിരിക്കും, ഇ ഈസ് ഓർത്തോനോർമൽ ആയിരിക്കും. ഓർത്തോനോർമൽ എന്ന് പറഞ്ഞ അർത്ഥം ഡിഫറൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ 0യും സെയിം എലമെൻ്റ് ആണെങ്കിൽ 1ഉം ആയിരിക്കും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വരിക. എന്നിട്ട് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് എടുത്തു. എനിക്ക് വേണ്ടത് എക്സ് ഈസ് ദി ലിമിറ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റ് സീരീസ് എന്നാണ് വേണ്ടത്. എന്നിട്ട് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. ദെൻ ബൈ ബെസൽസ് ഇനീക്വാളിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഓർത്തോനോർമൽ സിസ്റ്റം ഹിൽബർട്ട് സ്പേസിൽ തന്നിട്ടുണ്ടെങ്കിൽ എവരി മെമ്പർ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ സിഗ്മ ഐ വേരീസ് ഫ്രം 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ സ്ക്വയർ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. കൂടാതെ അവിടെ തന്നെ നമുക്ക് ഈ സീരീസ് ഇത് കൺവേർജൻറ്റ് കൂടിയായിരിക്കും. സിഗ്മ ഐ വേരീസ് ഫ്രം 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഐ വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ. അതായത് ഇ ഐസിൻ്റെ ഇൻഫിനിറ്റ് കോമ്പിനേഷൻ എച്ചിൽ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വൈ. ഇനി ഈ വൈയും എക്സും എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇന്നർ പ്രൊഡക്റ്റ് വൈ മൈനസ് എക്സ് വിത്ത് ഇ ഐ കൺസിഡർ ചെയ്യുന്നു. ഇന്നർ പ്രൊഡക്റ്റ് വൈ മൈനസ് എക്സ് വിത്ത് ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ലീനിയറിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വൈയുടെ വാല്യൂ സിഗ്മ ഐ വേരീസ് ഫ്രം 1 to infinity എക്സ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ വിത്ത് ഇ ഐ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ എന്ന് കിട്ടുന്നു. പക്ഷേ ഇ ഐ വിത്ത് ഇ ജെ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ളതൊക്കെ 0 ആയി പോകും, സെയിം മാത്രമേ കിട്ടൂ. സെയിം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇ ജെയുടെ കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ജെ വിത്ത് ഇ ജെ മൈനസ് എക്സ് വിത്ത് ഇ ജെ എന്ന് കിട്ടുന്നു. ഇ ജെ വിത്ത് ഇ ജെയുടെ വാല്യൂ 1 ആണ്. എക്സ് വിത്ത് ഇ ജെ മൈനസ് എക്സ് വിത്ത് ഇ ജെയുടെ വാല്യൂ 0 ആണ്. ദോർഫോർ ഇന്നർ പ്രൊഡക്റ്റ് വൈ മൈനസ് എക്സ് വിത്ത് ഇ ഐ ഈക്വൽ ടു 0 ഫോർ എവരി ഐ. ഫോർ എവരി ജെ, ഏത് ജെ എടുത്താലും അത് വർക്ക് ചെയ്യുന്നു. ദോർഫോർ എല്ലാവരുമായിട്ട് ഓർത്തോഗണൽ ആവുന്നുണ്ടെങ്കിൽ ഓർത്തോനോർമൽ സിസ്റ്റത്തിലെ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റത്തിൽ എല്ലാവരുമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് 0 വരുന്നുണ്ടെങ്കിൽ അത് തന്നെ 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദോർഫോർ വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുന്നു. ദോർഫോർ എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ഇൻഫിനിറ്റ് ലീനിയർ കോമ്പിനേഷൻ ഐ വേരീസ് ഫ്രം 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ഇ ഐ ഇൻറ്റു ഇ ഐ. That means x is the limit of xn where xn equal to sigma I varies from 1 to n inner product x with ei into ei. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നു. Therefore നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇ ഐസ് ഒരു ബേസിസ് ആവുന്നു. കൺസിഡർ ആസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക, അല്ലെങ്കിൽ ബേസിസ്. നോട്ട് ദാറ്റ് ദ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ ഇൻ എ ഹിൽബർട്ട് സ്പേസ് എച്ച് ഈസ് എ മാക്സിമൽ ഓർത്തോനോർമൽ സെറ്റ്. അപ്പോൾ ശരിക്കും ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൽ ഓർത്തോനോർമൽ സെറ്റ് എന്നാണ് അർത്ഥം. ബേസിസ് എന്ന വാക്ക് ആക്ച്വലി ഈ ടെക്സ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്നു. മിക്കവാറും ടെക്സ്റ്റുകളിൽ ഇത് ഓർത്തോനോർമൽ ബേസിസ് എന്നാണ് നമ്മൾ വായിക്കാറ്. അടുത്തൊരു കൊറോളറിയാണ് എവരി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ഹാസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. അപ്പോൾ ഞാൻ ഒരാൾ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാവണം? ബേസിസ് ഉണ്ടാവണം. ഓൾറെഡി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസിൻ്റെ ക്യാരക്ടറൈസേഷനാണ് അതിനൊരു കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഉണ്ടാവുന്നുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റത്തിനെ തന്നെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ബേസിസ് എന്ന് വിളിച്ചത്. സപ്പോസ് ദാറ്റ് എച്ച് ഈസ് എ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ്, ദെൻ ബൈ കൊറോളറി തൊട്ട് മുകളിൽ പറഞ്ഞത് എച്ച് ഹാസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ. ഈ ഇ ഐ തന്നെയാണ് എന്ത്? ഓർത്തോനോർമൽ ബേസിസ്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോളറി 2.1.11 ചോദിച്ചാൽ 10 കൂടി നമ്മൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം അല്ലെങ്കിൽ ഓർത്തോനോർമൽ ബേസിസ് L2ൻ്റെ എടുത്തു കഴിഞ്ഞാൽ 1/√π × e⁻⁰
വിത്ത് n വേരീസ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻറ്റിജർ കൗണ്ടബിലിറ്റിയാണ് അവിടെ വരുന്നത്. ഇൻറ്റിജർ കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഓർത്തോനോമൽ ബേസിസ് ആർക്കുണ്ടാവും? L2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ -π ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1/√π cos nt ബൈ 1/√2π cos nt ബൈ √π sin nt ബൈ √π n എലമെൻറ്റ് ഓഫ് n നാച്ചുറൽ കേസ് എടുക്കുന്ന ഇതിൽ അതും ഒരു ഓർത്തോനോമൽ ബേസിസ് ആയിരിക്കും എന്നുള്ളത് പ്രതിശതമായ ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ക്യാപിറ്റൽ L2ൻ്റെ 2 ഓർത്തോനോമൽ ബേസിസുകളാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ഇപ്പോൾ R2ൻ്റെയും R3യുടെയും ഒക്കെ ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് നോക്കുക. ഫൈനൈറ്റ് ഡയമെൻഷൻ കേസസിലൊക്കെ സ്റ്റാൻഡേർഡ് ബേസിസ് ഒരു എക്സാമ്പിളാണ് ഓർത്തോനോമലിന്. സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലാത്തവരും നമുക്ക് ഓർത്തോനോമൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.